Good morning. Okay. അപ്പം എത്രയും കുട്ടികളുള്ളോ? നോക്കാം കേട്ടോ. നമ്മളിപ്പോ ലാസ്റ്റ് പോർഷനിലേക്ക് ബ്ലഡ് ബാങ്കിന്റെ ലാസ്റ്റ് പോർഷനിലേക്ക് എത്തി. നമ്മൾ ബ്ലഡ് ബാങ്ക്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്താണ്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ജനറൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ദെൻ നമ്മള് വെൻ ഈസ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഇസ് നീഡഡ് എന്നാണ് നെക്സ്റ്റ് വരുന്ന ടോപ്പിക്. എപ്പോഴാണ് നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ ആവശ്യകത വരുന്നത്? എപ്പോഴാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ ആവശ്യകത വരുന്നത്? നോക്കാം നമുക്ക് എല്ലാവർക്കും. Individual may require a blood transfusion for a variety of some of them. ഒരുപാട് റീസൺസ് കാരണം നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യം വരും. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് എന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സാധാരണ പറയുകയാണെങ്കിൽ ആക്സിഡന്റ്സ് ഒക്കെ പറ്റി ബ്ലഡ് എമർജൻസി നമുക്ക് ബ്ലഡ് വേണ്ടി വരും. സർജറിയുടെ ഒക്കെ സമയത്ത് നമുക്ക് സീരിയസ് ആയിട്ടുള്ള ബ്ലഡ് ലോസ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. സർജറിയുടെ ഒക്കെ സമയത്ത് നമുക്ക് എന്ത് വേണ്ടി വരും? ബ്ലഡ് ആവശ്യം വരും. അതേപോലെ രക്താർബുദം ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള ബ്ലഡ് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ അനീമിക് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ RBC ബ്ലഡിലെ തന്നെ RBC എന്ന് പറയുന്ന കമ്പോണന്റ് ട്രീറ്റ്മെന്റിന് വേണ്ടി എടുക്കാറുണ്ട്. അതേപോലെ എന്തെങ്കിലും ബ്ലഡ് ഡിസോർഡേഴ്സോ അല്ലെങ്കിൽ ലിവർ പ്രോബ്ലംസോ അല്ലെങ്കിൽ ഡയാലിസിസോ അങ്ങനത്തെ മിക്ക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാറുണ്ട്. അപ്പൊ ഇതിൽ കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമുക്ക് ഡിസ്കസ് ചെയ്യാം. നോക്കാം. ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ലോസ്റ്റ് ബ്ലഡ് ആഫ്റ്റർ സീരിയസ് ഓഫ് സർജറി. സീരിയസ് ആയിട്ടുള്ള സർജറിയോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് ബ്ലഡ് ഒരുപാട് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പേഷ്യന്റിന്റെ ജീവൻ നഷ്ടപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അതിന്റെ ആ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സ്റ്റെപ്പ് എടുക്കും. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാറുണ്ട്. ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദഹനനാളത്തിലുണ്ടല്ലോ ഡൈജസ്റ്റീവ് ട്രാക്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ബ്ലീഡിങ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ എന്തെങ്കിലും ബ്ലഡ് ബ്ലീഡിങ് സംഭവിച്ചാൽ നമ്മുടെ ബോഡിയിൽ ബ്ലഡ് ലോസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാറുണ്ട്. ലുക്കമീനിയ എന്ന് പറയുന്നത് ഒരു രക്താർബുദമാണ്. ഒരു വൈറ്റ് ബ്ലഡ് സെൽസ് അധികമാണ്. WBCയുടെ കൗണ്ട് നമ്മുടെ ബ്ലഡിൽ കൂടുമ്പോൾ വരുന്ന ഒരു തരം ക്യാൻസർ ആണ് ഇത് ലുക്കമീനിയ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാൻസർ വരാണെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാറുണ്ട്. ലാക്ക് ഓഫ് ഹെൽത്തി റെഡ് ബ്ലഡ് സെൽസ്, നമ്മുടെ കയ്യില് ഹെൽത്തി റെഡ് ബ്ലഡ് സെൽസിന്റെ കുറവ് മൂലം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാറുണ്ട്. ഹെൽത്തി ആയിട്ടുള്ള റെഡ് ബ്ലഡ് സെൽസ് കിട്ടാൻ വേണ്ടിയിട്ട്. അതേപോലെ ക്യാൻസർ ട്രീറ്റ്മെന്റ് ആയ റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി, മറ്റുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാറുണ്ട്. ഇനി ലിവർ പ്രോബ്ലംസ് ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ എന്ത് ചെയ്യാറുണ്ട്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാറുണ്ട്. ബ്ലഡ് ഡിസോർഡേഴ്സ് ഉള്ള പേഷ്യൻസ് ആണെങ്കിലും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാറുണ്ട്. ഞാൻ ഇത് പറയാത്ത ഒരുപാട് ഉണ്ട്. ഡയാലിസിസ് ചെയ്ത പേഷ്യൻസ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാറുണ്ട്. ആക്സിഡന്റ് പറ്റി ഒരുപാട് ബോഡിയിൽ നിന്ന് ഒരുപാട് ബ്ലഡ് നഷ്ടപ്പെട്ടുള്ള വ്യക്തികൾക്ക് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യേണ്ടത്. ആ ഏതൊക്കെ സിറ്റുവേഷനിലാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നീഡ്, ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കോമൺ ആയിട്ട് ചെയ്യണമെന്നാണ് നമ്മളിപ്പോ പറഞ്ഞത്. അപ്പൊ ഇതിൽ പറഞ്ഞാലും ഒരുപാട് പോയിന്റ്സ് നമുക്ക് ആഡ് ഒക്കെ ചെയ്യാൻ പറ്റും. നമ്മളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഡയാലിസിസ് സമയത്ത് ആക്സിഡൻസ് ഒക്കെ സംഭവിക്കുമ്പോൾ ഇവർ പറയുന്ന പോലെ എന്തെങ്കിലും സർജറിയുടെ ഭാഗമായിട്ട് നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്തതായിട്ട് വരാറുണ്ട്. ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിങ്ങിന്റെ ഭാഗമായിട്ട്, രക്താർബുദത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ബോഡിയിൽ റെഡ് ബ്ലഡ് സെൽസിന്റെ ഹെൽത്തി ആയിട്ടുള്ള റെഡ് ബ്ലഡ് സെൽസിന്റെ കുറവുണ്ട്. ദെൻ റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി, മറ്റുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ലിവർ പ്രോബ്ലംസ്, ബ്ലഡ് ഡിസോർഡേഴ്സ്. ഈ എല്ലാ സാഹചര്യത്തിലാണ് നമ്മൾ എന്ത് ചെയ്യാറ്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാറ്. ഞാനൊന്ന് വായിച്ചു നോക്കി. ഓക്കെ. ലുക്കമീനിയ എന്ന് പറയുന്നത് ഒരു രക്താർബുദം, ഒരു കൈൻഡ് ഓഫ് ക്യാൻസർ ആണ് നമ്മുടെ WBC
വൈറ്റ് ബ്ലഡ് സെൽസ് നമ്മുടെ ബ്ലഡിന്റെ ആ കൗണ്ട് കൂടും. നമ്മുടെ ബ്ലഡിൽ അത്രയും എന്താണ് കൗണ്ടുകൾ കൂടുന്നതിനനുസരിച്ച് ഒരു ബ്ലഡ് ക്യാൻസർ ആണ്, ടൈപ്പ് ഓഫ് ബ്ലഡ് ക്യാൻസർ ആണ്. WBCന്റെ കൗണ്ട് കൂടും. നമ്മുടെ ബ്ലഡിലുള്ള WBCയുടെ കൗണ്ടിനെ എത്തിച്ചുകൊണ്ടിരിക്കും. അതിന്റെ വർധനവ് മൂലം വരുന്ന ഒരു തരം പ്രത്യേക ക്യാൻസർ ആണ് ഇത്. അപ്പൊ ലുക്കീമിയ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാറുണ്ട്. ഓക്കെ. ബ്ലഡ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് അനീമിക് ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവും അല്ലേ? അനീമിക് ഒരു ബ്ലഡ് ഡിസോർഡർ ആണ്. ബ്ലഡിന്റെ കുറവ് അല്ലെങ്കിൽ ബ്ലഡിന്റെ ഒരു തകരാറാണ്. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും തകരാറൊക്കെ വരുന്ന സമയത്തും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാറുണ്ട്. ഓക്കെ, എല്ലാവരും വായിച്ചു എന്ന് വിചാരിക്കണം കേട്ടോ. ഇനി നമ്മുടെ ബ്ലഡ് ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് ബ്ലഡ് ബാങ്ക് മാനേജർ. ബ്ലഡ് ബാങ്ക് മാനേജർ നമ്മൾ ഓർഗാനോഗ്രാമിൽ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? അതെ, ക്വാളിറ്റി മാനേജർ, ബ്ലഡ് ട്രാൻസ്മിഷൻ ഓഫീസർ. അപ്പോ ഈ ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ എന്തെല്ലാം റെസ്പോൺസിബിലിറ്റി ആണ്, നമ്മൾ എന്തൊക്കെയാണ് ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് നമുക്ക് നോക്കാം. ബ്ലഡ് ബാങ്ക് മാനേജർ ആണ് നമ്മളുടെ ബ്ലഡ് ബാങ്കിന്റെ ഹെഡ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. എന്താണ്? ബ്ലഡ് ബാങ്ക് മാനേജർ ആണ് ബ്ലഡ് ബാങ്കിന്റെ ഹെഡ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. അദ്ദേഹമാണ് ഡെയിലി ഓപ്പറേഷൻസ്, ബ്ലഡ് ബാങ്കിൽ നടക്കുന്ന ഡെയിലി ഓപ്പറേഷൻസുകൾ എന്ത് ചെയ്യുന്നത്? നടപ്പിലാക്കുന്നത് ആരാണ്? നമ്മുടെ ബ്ലഡ് ബാങ്ക് മാനേജർ ആണ്. ഡെയിലി ദൈനംദിന കാര്യങ്ങളിൽ ചുക്കാൻ പിടിക്കുന്ന ആരാണ്? ബ്ലഡ് ബാങ്ക് മാനേജർ ആണ്. പിന്നെ അതുകൂടാതെ നമ്മൾ ബ്ലഡ് ബാങ്കില് എക്സ്പെൻസ് എത്ര വന്നിട്ടുണ്ട്, എന്തൊക്കെ ഇൻസ്പെക്ഷൻസ് നടത്തിയിട്ടുണ്ട്, അതേപോലെ ഹാർട്ട് പാർട്ടി ട്രാൻസാക്ഷൻസ് നല്ല രീതിയിലാണ് നടത്തുന്നത്, എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്തുന്ന ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അതേപോലെ തന്നെ നമ്മൾ ബ്ലഡ് ബാങ്കിലേക്ക് ആവശ്യമുള്ള സ്റ്റാഫ്സിനെ റിക്രൂട്ട് ചെയ്യണത്, ഹയർ ചെയ്യുന്നത്, അവരെ സെലക്ട് ചെയ്യുന്നത്, ട്രെയിനിങ് കൊടുക്കുന്നത്, അവർക്ക് വേണ്ടിയിട്ടുള്ള ഗൈഡ് ചെയ്യണത്, ടാസ്കുകൾ ചെയ്യാനായിട്ടുള്ള ഗൈഡ് ലൈൻസും കൊടുക്കുന്നത് ആരുടെ ഉത്തരവാദിത്തമാണ്? ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ ഉത്തരവാദിത്തമാണ്. അദ്ദേഹം എല്ലാ സ്റ്റാഫിന്റെയും ഗ്രോസ് പെർഫോമൻസ് എല്ലാവരെയും നല്ല രീതിയിൽ അനലൈസ് ചെയ്ത് അവരുടെ പെർഫോമൻസ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്യും. അതുകൂടാതെ നമ്മുടെ ബ്ലഡ് ബാങ്കിൽ വേണ്ട കാര്യങ്ങൾ ഒരുപാട് റെക്കോർഡുകൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ റെക്കോർഡ്സും ഫയൽസും നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യും? അപ്ഡേറ്റ് ചെയ്യും. അതേപോലെ പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. ഇനി ബ്ലഡ് ബാങ്ക് മാനേജേഴ്സ് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻട്രൽ പ്രോഗ്രാംസ്, ഇപ്പൊ ചെറിയ ഹോസ്പിറ്റൽസിലൊക്കെ എന്താ പറയാ ഡൊണേഷൻ മന്ത് എന്നൊക്കെ പറഞ്ഞ് സെലിബ്രേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ബ്ലഡ് ഡൊണേഷൻ ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. ഞാൻ ഈ ചാപ്റ്റർ തുടങ്ങിയ സമയത്ത് ഈ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നാണ് ബ്ലഡ് ഡൊണേഷൻ ഡേ? ഞാൻ ഈ ചാപ്റ്റർ എടുത്ത് തുടങ്ങിയ സമയത്ത് ബ്ലഡ് ഡൊണേഷൻ ഡേ ഇന്ന ദിവസമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജൂൺ 14. ജൂണിന്റെ സ്പെല്ലിംഗ് ജൂൺ 14 കേട്ടോ. ഓക്കെ, അപ്പോ ഓക്കേടാ. അപ്പൊ ജൂൺ മാസം എന്ത് ചെയ്യണം? ബ്ലഡ് ഡൊണേഷൻ ഡേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സെലിബ്രേറ്റ് ഒക്കെ ചെയ്യണം. അപ്പൊ അത് അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഉത്തരവാദിത്തത്തോടു കൂടി പെർഫോം ചെയ്യാനുള്ള ഡ്യൂട്ടി ആർക്കാണുള്ളത്? ബ്ലഡ് ബാങ്ക് മാനേജർക്കാണുള്ളത്. ഇപ്പം ബ്ലഡ് ഡൊണേഷൻ ഡേ നടത്താം. ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ നമുക്ക് എന്ത് ചെയ്യും? ബ്ലഡ് ഡൊണേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ബ്ലഡ് ഡൊണേഷൻ ഡേയിലും ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ എന്ത് ചെയ്യാറുണ്ട്? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാം, അതൊക്കെ മാനേജ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട്? നമ്മുടെ ബ്ലഡ് ബാങ്ക് മാനേജർക്ക് ഉണ്ട്. നമുക്ക് ടെസ്റ്റിലേക്ക് വരാം കേട്ടോ. നോക്കാം. A blood manager acts as the head of the entire blood bank. ബ്ലഡ് ബാങ്കിന്റെ ഹെഡ് ആയിട്ട് ആര് ആക്ട് ചെയ്യുന്നു? ബ്ലഡ് ബാങ്ക് മാനേജർ ആക്ട് ചെയ്യുന്നു. He or she is at the helm of daily operations at the blood bank. ബ്ലഡ് ബാങ്കിലെ എല്ലാ ഡെയിലി ഓപ്പറേഷൻസിനും ചുക്കാൻ പിടിക്കുന്നത് ആരാണ്? ബ്ലഡ് ബാങ്ക് മാനേജർ ആണ്. ചെക്കിംഗ് എക്സ്പെൻസസ്, കണ്ടക്ടിങ് ഇൻസ്പെക്ഷൻ, വർക്കിംഗ് വിത്ത് ഹാർട്ട് പാർട്ടി സർവീസസ്. അപ്പൊ നമ്മള് ചെലവുകൾ എന്തോരുണ്ട്, അതേപോലെ ടെസ്റ്റുകളൊക്കെ ഇൻസ്പെക്ട് ചെയ്യും, അതിന്റെ ഇൻസ്പെക്ഷൻസ് നടത്തും. അതേപോലെ വർക്കിംഗ്, അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ, അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകളൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത് ബ്ലഡ് ബാങ്ക് മാനേജർ ആണ്. അക്കൗണ്ടബിൾ ഫോർ സെലക്ടിങ്
training and guiding tasks for professionals. He or she supervise and lead newly hired staff on the work they do. എന്താ പറഞ്ഞത് കറക്റ്റ് ആയിട്ടുള്ള പേഴ്സണൽസിനെ സെലക്ട് ചെയ്യാം, അവർക്ക് ആവശ്യമുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാം, അവർക്ക് ആവശ്യമുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കുക, അവരെ സൂപ്പർവൈസ് ചെയ്യുക, അവരെ ലീഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ആദ്യ ഉത്തരവാദിത്തമാണ് ബ്ലഡ് ബാങ്ക് മാനേജ്മെന്റ് ഉത്തരവാദിത്തമാണ്. ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, അവർക്ക് ആവശ്യമുള്ള ട്രെയിനിങ്, ഇങ്ങനെ കാര്യങ്ങൾ ഇതേപോലെയാണ് ചെയ്യേണ്ടതുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വ്യക്തമായിട്ട് അവർക്ക് എന്ത് ചെയ്യും, പറഞ്ഞു കൊടുക്കും. Implement different rules and regulations of the companyയുടെ rules and regulations വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽസിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ എന്ത് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യാം. ട്രെയിനിങ് ഈസ് ഗിവൺ, അവർക്ക് ആവശ്യമുള്ള ട്രെയിനിങ് കൊടുക്കുക. He also oversee and assess the gross performance of staff. നമ്മളുടെ സ്റ്റാഫുകളുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാം, അസസ് ചെയ്യാം. And ensure that the files and records are updated. നമ്മളിവിടെ സൂക്ഷിക്കുന്ന ഫയൽസും റെക്കോർഡ്സ് ഒക്കെ അപ്ഡേറ്റഡ് ആണ്, കറക്റ്റ് ആയിട്ടാണ് സൂക്ഷിക്കുന്നത്. ആൻഡ് പ്രോപ്പർലി സ്റ്റോർ, കറക്റ്റ് ആയിട്ട് അത് എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റോർ ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഉറപ്പുവരുത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്, ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ ഉത്തരവാദിത്തമാണ്. Apart from the management of blood bank staff നോക്കിക്കോട്ടെ, ഇതൊരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നത്. Blood bank staff, the blood bank manager is also responsible for developing central programs. പ്രോഗ്രാംസ് അല്ല, പ്രോഗ്രാംസ്. അപ്പൊ സെൻട്രൽ പ്രോഗ്രാംസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ആര് ചെയ്യാറുണ്ട്, ബ്ലഡ് ബാങ്ക് മാനേജർ ചെയ്യാറുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞത് ബ്ലഡ് ഡൊണേഷൻ മന്ത് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ നമ്മുടെ ഇതിലേക്ക് ബ്ലഡ് ബാങ്കിലേക്ക് എന്ത് ചെയ്യും, ബ്ലഡ് ഒക്കെ ഡൊണേറ്റ് ചെയ്യും. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാം. അതേപോലെ തന്നെ സാധാരണ ആൾക്കാരുടെ ഇടയിൽ ബ്ലഡ് ഡൊണേഷനെ കുറിച്ചിട്ടുള്ള ഇമ്പോർട്ടൻസ് എന്ത് ചെയ്യാൻ പറഞ്ഞു കൊടുക്കുക, അതിന് വേണ്ടിയിട്ട് അവർ കൗൺസിലിംഗ് ചെയ്യുക. അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്യണം, ബ്ലഡ് ബാങ്ക് മാനേജർ സാധാരണയായിട്ട് ചെയ്യാറുണ്ട്. ഒന്ന് വായിച്ചേ, എല്ലാവരും വായിച്ചേ. ഹാൻഡ് പാർട്ടി സർവീസ് എന്ന് പറഞ്ഞാൽ കൈസഹായം എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. ബാക്കിയുള്ളവർക്ക് വർക്കിന് വേണ്ടിയിട്ട് ഹെൽപ്പായിട്ട് നിൽക്കാറുണ്ട്, ബ്ലഡ് ബാങ്ക് മാനേജർ ചെയ്യാറുണ്ട്. അവർ കൈസഹായം എന്നുള്ളൊരു മീനിങ് ആണ് ഹാൻഡ് പാർട്ടി സർവീസ്. ഓക്കെ, എല്ലാവരും വായിച്ചത്. നെക്സ്റ്റ് വായിച്ചുള്ള ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, ഇനി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് എൻഷുർ. നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്തെല്ലാം കാര്യങ്ങളാണ് ബ്ലഡ് ബാങ്ക് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എൻഷുർ ചെയ്യുന്നത്, ഉറപ്പ് വരുത്തേണ്ടത് എന്നാണ് പറയുന്നത്. ടു കീപ് പ്രോപ്പർ സിസ്റ്റം ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ. നമ്മൾ പറഞ്ഞു, WHO പറഞ്ഞിട്ടുണ്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള പ്രോട്ടോകോൾ ഫോളോ ചെയ്യണം എന്ന്. ആ പ്രോട്ടോകോൾ തന്നെ നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും എൻഷുർ ചെയ്യണം. ഇങ്ങനെ രീതിയിൽ വേണം നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാമെന്ന്. ഒരു പ്രോട്ടോകോള്, ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റ്, അതേപോലെ
മിക്ക അസുഖങ്ങൾക്കുള്ള ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് വേണം ആ ബ്ലഡ് എന്ത് ചെയ്യാനായിട്ട് ഡോണർ റെസിപ്പിയന്റിന് കൊടുക്കാനായിട്ട്. അങ്ങനെ എല്ലാ ടെസ്റ്റുകളും ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആര് പറഞ്ഞിട്ടുണ്ട്? WHO പറഞ്ഞത്. അതേപോലെ തന്നെയാണ് നമ്മൾ ഹോസ്പിറ്റലും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യണമെന്ന് ഉറപ്പുവരുത്തണം. Verify the incident forms relating to the transfusion reaction, proper maintenance of record. ഞാൻ പറഞ്ഞു ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള മെയിൻ്റെനൻസ് റെക്കോർഡ് നമ്മൾ എന്താണ് കീപ്പ് ചെയ്യണം. ഇങ്ങനെ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റ് ഒക്കെ എഴുതി സൂക്ഷിക്കുന്ന ഒരു റെക്കോർഡ് എന്താണ് കീപ്പ് ചെയ്യണം. ഇനി നെക്സ്റ്റ് ആണ് പ്രോപ്പർ സ്റ്റോറേജ് ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്റ്റ്. നമ്മൾ ബ്ലഡും ബ്ലഡ് പ്രോഡക്റ്റും പ്രോപ്പർ ആയിട്ട് അത്ര കെയറോട് കൂടി ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് ബ്ലഡ് എന്ന് പറയുന്നത്. അത്ര സേഫ് ആയിട്ട് എന്ത് ചെയ്യണം? പ്രോപ്പർ ആയിട്ട് അത് സ്റ്റോർ ചെയ്യാനായിട്ട് ആര് ശ്രദ്ധിക്കണം? ബ്ലഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ശ്രദ്ധിക്കണം. ഡിപ്പാർട്ട്മെന്റ് ഈസ് കൺട്രോൾഡ് ബൈ വെൽ ട്രെയിൻഡ് ആൻഡ് ക്വാളിഫൈഡ് പേഴ്സണേഴ്സ്. നമ്മുടെ ബ്ലഡ് ബാങ്ക് കൺട്രോൾ ചെയ്യണം അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യണമെന്ന് വെൽ ട്രെയിൻഡും ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കണം. എന്നാൽ മാത്രമേ ഡിപ്പാർട്ട്മെന്റ് അത്ര ശ്രദ്ധയോടെ കെയർ ചെയ്ത ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ ക്വാളിഫൈഡ് ട്രെയിൻഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കണം അവിടെ എന്ത് ചെയ്യുന്നത്? കൈകാര്യം ചെയ്യേണ്ടത്. മേക്ക് അറേഞ്ച്മെന്റ്സ് ഫോർ മീറ്റിംഗ് ടു ഐഡന്റിഫൈ ആൻഡ് സെറ്റിൽ ഡിപ്പാർട്ട്മെന്റൽ ഇഷ്യൂസ്. നമ്മളിപ്പോ പറയുന്നു എല്ലായിടത്തും ഉണ്ടാവും. ഇപ്പൊ സാധാരണ ആരാണ്? ഹ്യൂമൻ ബീങ്സ് ആണ്. അവിടെ എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ അവർ തമ്മിലുണ്ടെങ്കിൽ അത് എന്താണെന്ന് കണ്ടെത്താനും പരിഹരിക്കാനും ആര് നോക്കണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നോക്കണം. ഓൾസോ ടു റിവൈസ് എക്സിസ്റ്റിംഗ് പോളിസീസ്. നമ്മളുടെ എക്സിസ്റ്റിംഗ് പോളിസീസ് റിവൈസ് ചെയ്യാനും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ത് ചെയ്യണം? കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. അന്ന് വായിച്ചേ. ഓക്കേടാ. നമ്മള് ഹോസ്പിറ്റലില് പ്രോപ്പർ ആയിട്ടുള്ള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുമ്പോൾ എന്തിന്റെ കാര്യങ്ങളാണ് ഫോളോ ചെയ്തത് നമ്മൾ ഈ ചാപ്റ്ററിൽ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്തിന്റെ ടെസ്റ്റുകളൊക്കെ ചെയ്യണം. ആ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ടെസ്റ്റ് നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് റിയാക്ഷൻ ടെസ്റ്റ് നടത്തും. ആ റിയാക്ഷൻ ടെസ്റ്റ് നടത്തിയതിന്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള റെക്കോർഡ് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ബ്ലഡ് ബാങ്ക് മെയിൻറ്റെയിൻ ചെയ്യണം. പ്രോപ്പർ ആയിട്ട് ബ്ലഡും ബ്ലഡ് പ്രൊഡക്റ്റും സ്റ്റോർ ചെയ്യണം. നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ബ്ലഡും അതേപോലെ തന്നെ അത് നമ്മൾ ഇത് ചെയ്തിട്ട് കമ്പോണൻസ് ഒക്കെ തിരിച്ചിട്ടുണ്ടാവും. അതിനാണ് ഈ ബ്ലഡ് പ്രോഡക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ് ആണ് കമ്പോണൻസ് തിരിച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ കമ്പോണൻസും ഈ ബ്ലഡും പ്രോപ്പർ ആയിട്ട് സേഫ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? സ്റ്റോർ ചെയ്യേണ്ടതായിട്ട് വരും. അത് ആര് ഉറപ്പുവരുത്തണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഉറപ്പുവരുത്തണം. അപ്പോ നമ്മൾ ഈ രണ്ട് മൊഡ്യൂൾ ഫസ്റ്റ് മൊഡ്യൂളും സെക്കൻഡ് മൊഡ്യൂളിലെ ചാപ്റ്റേഴ്സ് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എനിക്ക് മുതൽ സ്റ്റഡി ലീവ് ലാസ്റ്റ് എന്ന് പറയണോ? 1 മിനിറ്റ്. നമ്മൾ എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിൽ അല്ല ഡിപ്പാർട്ട്മെന്റിലുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യുകയും അത് സെറ്റിൽ ചെയ്യുകയും വേണം. എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും സാധാരണ ഹ്യൂമൻ ബീങ്സ് ആണല്ലോ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ തമ്മിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുക? ആ ഡിസ്പ്യൂട്ട്സ് ഐഡന്റിഫൈ ചെയ്യും സെറ്റിൽ ചെയ്യുകയും വേണം. ഓക്കെ, വേറെ ഡൗട്ട് ഒന്നും ഇല്ലാലോ? ലാസ്റ്റ് വൺ പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മളുടെ മൊഡ്യൂൾ 1ഉം 2ഉം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എക്സാം പറഞ്ഞോ? എക്സാമിന്റെ ഡേറ്റ് പറഞ്ഞോ? അല്ല ഞാൻ പറയാം കേട്ടോ.
December 4th അപ്പൊ സ്റ്റഡി ലീവ് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യില്ലേ? ഓക്കെ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് അധികം കഴിഞ്ഞില്ല എന്നറിയാം. എനിക്കൊരു ഒരു അരമണിക്കൂറുണ്ട്. അപ്പൊ എനിക്ക് ഞാൻ എടുത്ത ചാപ്റ്റേഴ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യണമെന്നുണ്ട്. ഇപ്പൊ നോക്കിയാലോ, ഒരു 5 വെച്ചെങ്കിലും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. ഓക്കെ, ഓൺ ദ ബേസ് ഓഫ് സൈസ് hospitals are classified into dash. On the base of size, hospitals are classified into dash. നമ്പർ അല്ല, പേരുകളാണ് പറയേണ്ടത് കേട്ടോ. മിക്കതിലും ഓൾ ഓഫ് ദ എബോവ് ഒരു ഓപ്ഷൻ വന്നത്. ആ 3 പേര് പറഞ്ഞിട്ടുണ്ടാവും. ഏതൊക്കെയാണ്? Small, mid, large. Okay. Small size, medium size, large size. The hospital approximately having 30 to 100 beds are generally recognized as dash hospital. 30 to 100 bed. 30 to 100 bed. Mixed size hospital ആണ്. Mixed size hospital ആണ്. Examples of long stay hospitals are dash. Examples of long stay hospitals are dash. Long stay hospitals in examples. Long stay hospitals in the law. And examples, mental hospital rehabilitation, palliative care പറഞ്ഞൂടെ, അത് പറയാം. Rehabilitation, geriatric care center, palliative care unit. Then ഇതിന്റെയൊക്കെ അബ്രിവേഷൻ പഠിക്കണം കേട്ടോ. ഇത്രയും അബ്രിവേഷൻസ് ഈ ചാപ്റ്ററിൽ ഉണ്ട്. ഏതായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ എന്ത് ചെയ്യാം, ഇത്രയും പഠിച്ചിരിക്കണം കേട്ടോ. ഓക്കെ ആണോ? Okay, system of medicine, the hospitals are classified into dash. System of medicine base നമ്മുടെ ഹോസ്പിറ്റൽസിന് എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? സിസ്റ്റം ഓഫ് മെഡിസിൻസിന്റെ ബേസിൽ ഞാൻ പറയാം 3 അല്ല 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു തെറ്റിക്കും, നിങ്ങൾ 4 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അലോപ്പതി ഉണ്ട്, ആയുർവേദ ഉണ്ട്, ഹോമിയോപ്പതി ഉണ്ട്, യുനാനി ഉണ്ട്. ഇത്രയും രീതിയിൽ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഏകദേശം. പിന്നെ എയിംസിന്റെ ഫുൾ ഫോം എന്താണ്? എയിംസിന്റെ ഫുൾ ഫോം എന്താണ്? അന്ന് പഠിപ്പിച്ച സമയത്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എയിംസിന്റെ ഫുൾ ഫോം. Institute of Medical Science. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. നല്ല രീതിയിൽ വായിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന സിമ്പിൾ ചാപ്റ്റർ ആണ് കേട്ടോ. ഏത്? ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ്. നെക്സ്റ്റ് വന്നത് ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. നിങ്ങൾക്കറിയാം കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാപ്റ്റർ ആണ്. മാക്സിമം ക്വസ്റ്റ്യൻസും ഈ ചാപ്റ്ററിൽ നിന്ന് കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും വന്നത്. നല്ല രീതിയിൽ വായിക്കാം. നോക്കട്ടെ കേട്ടോ. Casualty department is also known as. Casualty department is also known as. ഞാൻ 3 പേര് പറയുന്നത് കേട്ടോ. Casualty department is also known as emergency, accident and emergency, AE department എന്നും കൂടി പറയാറുണ്ട്. AE department, A and E department എന്ന് പറയാറുണ്ട്. Capital letter A and E department ഷോർട്ട് ആയിട്ട് പറയാറുണ്ട്.
Okay. Outpatient department runs for a dash during the day. Outpatient department. Okay. Outpatient department runs for a dash during the day. Specific time എന്നുള്ളതാണ് ഒരു ആൻസർ വരുന്നത്. എന്താണ് specific time during the day? Daytime. Then anesthesia can be classified into dash. The anesthesia can be classified into dash 3 ആണ്. 3 പേരുകൾ. General, local, regional anesthesia പഠിക്കാം. Intensive care unit is also known as CCU, critical care unit. It's also known as critical care unit. Intensive treatment unit. Rheumatology is the science that deals with the diagnosis and treatment of diseases of DASH. DASH എന്ന് പറഞ്ഞിട്ട് ഓപ്ഷണലി ഹെയർ, സ്കിന്ന്, നെയില് 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ 3 ക്ലിക്ക് ചെയ്യേണ്ടി വരും. ഓൾ ഓഫ് ദ എബോവ് ക്ലിക്ക് ചെയ്യേണ്ടി വരും. ENTയുടെ ഫുൾ ഫോം. Ear, nose, throat. Endocrinology is the study of medicine that deals with the study. Okay, endocrinology is a super specialty that deals with the study of DASH. Hormones ആണ്. Hormones. The geriatric is a department. Is usually occupied with the doctor specialized in geriatric medicines, since DASH suffering from wide range of illness. അല്ലെങ്കിൽ അങ്ങനെ elderly എന്നുള്ള മീനിങ് വന്ന രീതിയിൽ ചോദിക്കുക. അല്ലെങ്കിൽ ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാർ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് പ്രിഫർ ചെയ്യുന്നത് എന്നുള്ള രീതിയിലും ചോദിക്കാം. ഫുൾ ഫോം ഓഫ് GP. ഫുൾ ഫോം. GP, general medicine അല്ല, general practitioner. Okay, practitioner. DASH is the department deals with the abdomen related medicines. DASH department deals with the abdomen related medicines. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? Gastroenterology. DASH department deals with the diagnosis and management of the patient suffering from disorder of the liver. Hematology. Okay. The major subspecialties of gynecology. Obstetrics, infertility. അതല്ല തോന്നുന്നുണ്ട്. ഇൻഫെർട്ടിലിറ്റി ട്ടോ. DASH department deals with the human nervous system and its disorders. DASH department deals with the neuro. DASH department diagnoses and treats the diseases that affect kidney. That DASH department diagnoses and treatment of disease. Nephrology. Okay. Okay. SPECT in the full form. SPECT. Full form ചോദിക്കാം. അതേപോലെ PET in the full form. PET.
പെറ്റിന്റെ ഫുൾ ഫോം, പെറ്റ് സ്കാൻ അതായത് പെറ്റ്സിന്റെ ഫുൾ ഫോം എന്നാണ് ചോദിക്കാറുണ്ട്. മാർക്ക് ചെയ്തോട്ടോ, നിങ്ങളുടെ കയ്യിൽ ബുക്ക് ഉണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്ത് വെച്ചേക്കട്ടോ. Okay. Dash department deals with the investigation and treatment of the eye problems of adults and children. Dash department deals with the investigation and treatment of the eye problems of adults and children. In department ആണ് ophthalmology. Dash department deals with the infant and children's disease. Dash department pediatrics. NICU the full form. NICU the full form. Full form of NICU. NICU. NICU the full form. Neonatal Intensive Care Unit. Okay. Dash department deals with the investigating and treating the patient with a wide range of mental illness and disorders. Dash department deals with the investigating and treating the patients with a wide range of mental illness and disorders, psychiatric. Pulmonology is also known as dash. Pulmonology is also known as dash. Lungs, respiratory, respiratory. Respiratory medicine, chest medicine, and മൂന്ന് പേര് പറയാറുണ്ട്. മൂന്ന് പേരുകൾ കേട്ടോ. Okay. The branch of medicine that focus on surgical and medical disease of male and female urinary tract system and male reproductive organ. എന്താണ്? Urology ആണ്. ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഒന്ന് വായിച്ചു പോയാൽ മതി. CSST യുടെ ഫുൾ ഫോം. Full form of CSST. അത് നിങ്ങൾക്ക് വേറെ ചാപ്റ്റേഴ്സിൽ വന്നിട്ടുണ്ടല്ലോ. CSST എന്ന് പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞില്ലേ, അവിടെ നിന്നായാലും വരൂട്ടെ CSST യുടെ ഫുൾ ഫോം. ടൈപ്പ് ചെയ്തുള്ളവരെ സെൻട്രൽ സ്റ്റെറിലൈസിംഗ് സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. അതേപോലെ ഷോർട്ട് ഫോം ആയിട്ട് എടുക്കണൊക്കെ നോക്കിയോ, ഫുൾ ഫോം ആയിട്ട് ചോദിക്കണേ കേട്ടോ. MRB. ഓക്കെ, അത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റേഴ്സും ഏകദേശം കംപ്ലീറ്റ് ആയി. ഓക്കെ, അടുത്തത് ഏതായിരുന്നു? അടുത്തത് ഡയാലിസിസ് അല്ലേ? Blood purifying organ of the body. Blood purifying organ of the body. AKI യുടെ full form. AKI യുടെ full form. AKI യുടെ full form. Okay. ESKD യുടെ full form. ESKD യുടെ full form. E capital letter ESKD യുടെ full form എന്താ? ESKD stands for എന്നാണ് ക്വസ്റ്റ്യൻ വന്നത്. end stage kidney disease ആണ്. ESKF ആണെന്നെങ്കിൽ end stage kidney failure ആണ്.
നോക്കിയിട്ട് ക്ലിക്ക് ചെയ്യാം കേട്ടോ. ടൈപ്സ് ഓഫ് ഡയാലിസിസ്. Types of dialysis. Which are the types of dialysis? രണ്ടെണ്ണുള്ളോ? രണ്ടെണ്ണുള്ളോ? ഏതൊക്കെയാണ് പേര് പറഞ്ഞേ? PD, HD, hemodialysis, renal dialysis, continuous renal replacement therapy. അതുകൂടി വരും കേട്ടോ, കണ്ടിന്യൂസ് റെന്റൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. ഇവിടെ ഫുൾ ഫോം കണ്ട, കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റൽ ഡയാലിസിസ്. ഫുൾ ഫോമുകളൊക്കെ നോക്കി വെക്കുക. അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് പെരിറ്റൽ ഡയാലിസിസ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് PD എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഈ 3 എണ്ണവും എഴുതേണ്ടതായിട്ട് വരും കേട്ടോ. നമ്മള് അത് ക്ലിക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ഓപ്ഷൻസ് എങ്ങനെ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഡയാലിസിസ് നോക്കാം. അതേപോലെ തന്നെ ജോബ് റെസ്പോൺസിബിലിറ്റി ഉണ്ടോ പേഷ്യന്റിന്റെ അല്ലെങ്കിൽ ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ട് ഇത് ആരുടെ ജോബ് റെസ്പോൺസിബിലിറ്റി ആണെന്ന് ചോദിക്കും. ഇപ്പൊ നമ്മള് ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ പഠിച്ചു, ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ പഠിച്ചു, ഒരുപാട് വ്യക്തികളുടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യമാണ് ഈ ജോബ് റെസ്പോൺസിബിലിറ്റി നമ്മളോട് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ പറയും. നമ്മളത് ഏതാണ് ആരുടെ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ചാപ്റ്റർ ഓക്കെയാണ്, ഡയാലിസിന്റെ ചാപ്റ്റർ ഓക്കെയാണ്. ഓക്കെ, നമ്മൾ ബ്ലഡ് ബാങ്കിലേക്ക് വരുമ്പോ എന്താ പറയാ, ആരാണ് യൂണിവേഴ്സൽ ഡോണർ? യൂണിവേഴ്സൽ ഡോണർ ആരാണ്? O നെഗറ്റീവ്. നെഗറ്റീവ് പറഞ്ഞു കേട്ടോ. യൂണിവേഴ്സൽ റെസിപ്പിയന്റോ? AB പോസിറ്റീവ്. Components of blood. Components of blood. 4 എണ്ണം പേര് പറ. Which are the components of blood? Blood components are RBC, WBC, ഉണ്ട്. plasma. Okay. HA യുടെ ഫുൾ ഫോം. HA യുടെ ഫുൾ ഫോം. HA യുടെ ഫുൾ ഫോം. Okay. ഈ ബ്ലഡ് ബാങ്ക് എല്ലാവരും വായിച്ചു നോക്കി. ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ചാപ്റ്റർ എല്ലാവരും വായിച്ചു നോക്കി. ലാസ്റ്റ് ചാപ്റ്റർ ആണല്ലോ. ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ചാപ്റ്റർ എല്ലാവരും വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. ഒന്ന് വായിച്ചു നോക്കിയേക്കെ. എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതണം. അതേപോലെ എക്സാമിന്റെ ടൈമിൽ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് വേണം എക്സാം എഴുതാനായിട്ട്. നമ്മളുടെ സിസ്റ്റത്തിലെ സൗണ്ട് നമുക്ക് എക്സാം എഴുതുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് തോന്നുകയാണെങ്കിൽ സിസ്റ്റത്തിലെ സൗണ്ട് മാക്സിമം എന്ത് ചെയ്യുക, ലോ ചെയ്ത് വെക്കുക. നമ്മുടെ ഫോണിലെ സൗണ്ട് നമുക്ക് കുറച്ച് വെക്കാൻ പറ്റും. കുറച്ച് വെച്ചിട്ട് നമ്മൾ എക്സാം എഴുതി കഴിയുമ്പോൾ ആ ടീച്ചറിനോട് പറയാം, എന്റെ എക്സാം എഴുതി കഴിഞ്ഞു മിസ്സേ, ഞാൻ ലോഗ് ഔട്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്തോട്ടെ, ലീവ് ചെയ്തോട്ടെ ചോദിച്ചിട്ട് മിസ് പറയാണ് മാർക്ക് കൂടെ വന്നിട്ടുണ്ട്, എന്തായിട്ടുണ്ട് എന്ന് ഉറപ്പ് പറഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നിങ്ങൾ ലീവ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. കാരണം മുമ്പ് എക്സാം എഴുതുമ്പോ നിങ്ങൾ ലീവ് ചെയ്തു, പക്ഷെ മാർക്ക് കൂടെ എന്തായിട്ടില്ല.
മനസ്സിൽ കുറച്ച് പ്രശ്നം വരുമ്പോൾ നിങ്ങളുടെ മാർക്ക് വരില്ല. നിങ്ങൾ അതൊക്കെ നോക്കി ശ്രദ്ധിച്ച് വേണം എഴുതാനായിട്ട്. 1.5 മണിക്കൂറാണ് നമുക്ക് ടൈം അലോ ചെയ്തിരിക്കുന്നത്. ഈ 1.5 മണിക്കൂറിന് മുമ്പായിട്ട് ചില 1.5 മണിക്കൂർ ലാസ്റ്റ് ആ ടൈമിലേക്ക് ചെയ്ത് തീർക്കാൻ നോക്കണ്ട. ക്യാമറ ഓൺ ആക്കണം കേട്ടോ. ഒന്ന് ചിലപ്പോൾ 3:30 ചെയ്യുന്നത് ആ ഒരു ലാസ്റ്റ് ടൈമിലേക്ക് നമ്മൾ ലേറ്റ് ആക്കണ്ട കേട്ടോ. മുമ്പ് നമ്മൾ ആൻസർ എത്ര എന്താ പറയാ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും അത്രയും നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുക. അത് എന്ത് ചെയ്യുക കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. മൊബൈലിൽ കൂടെ പറ്റും എക്സാം എഴുതാനായിട്ട് പറ്റും. മൊബൈൽ വഴി പറ്റും. നല്ല റേഞ്ച് ഉള്ള സ്ഥലത്ത് പോയിരിക്കുക. അത്യാവശ്യം വെള്ളമൊക്കെ അടുത്തന്നെ എടുത്ത് വെക്കുക. എന്നിട്ട് എക്സാം എഴുതാൻ തുടങ്ങാം. ഒരു ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ വായിച്ചിട്ട് എന്ത് ചെയ്യുക ആൻസർ ക്ലിക്ക് ചെയ്യുക. പിന്നെ എന്താണ് ചില സാഹചര്യത്തിൽ ഇനി എക്സാം എങ്ങാനും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബൈ ചാൻസ് എല്ലാവർക്കും സംഭവിക്കാറില്ല. അപ്പൊ എന്തെങ്കിലും റേഞ്ചിന്റെ എന്തെങ്കിലും പ്രശ്നം വരെയും നമ്മളിപ്പോ ബാക്ക് ആയി പോയെന്ന് വിചാരിക്കും. ആ പേജിൽ നിന്ന് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ലോഗിൻ ചെയ്ത് വീണ്ടും അത് എന്ത് ചെയ്യാം എക്സാം വേഗം കണ്ടിന്യൂ ചെയ്യാനായിട്ട് നോക്കാം. ബൈ ചാൻസ് ചിലപ്പോൾ നിങ്ങളുടെ ആൻസർ വന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ മാർക്ക് കുറവായിരിക്കും. എന്ത് ചെയ്യാം മാക്സിമം നല്ല രീതിയിൽ അത് എന്ത് ചെയ്യാൻ ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ഫോണേക്കാളും മുമ്പിൽ ഗൂഗിൾ മീറ്റിലാണ്. ഗൂഗിൾ മീറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ മീറ്റ് ഓൺ ആക്കി വെക്കും. അത് ഓൺ ആക്കി വെക്കുകയും വേണം. നിങ്ങൾക്ക് നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പ് ആക്കും. അത് തന്നെ ആക്കും. ആ ഗ്രൂപ്പിലേക്ക് ഓരോരുത്തർക്കും ഓരോ ലിങ്ക് ആയിരുന്നു വേണ്ടത്. ഇനി ഇത്രയും കുട്ടികൾക്ക് ഇന്ന ലിങ്ക്, ഇത്രയും കുട്ടികൾക്ക് ഇന്ന ലിങ്ക്. അവർ മാത്രമേ ആ ക്ലാസ് റൂമിൽ ഉണ്ടാവുള്ളൂ. അതനുസരിച്ചാണ് എക്സാം എഴുതുന്നത്. നല്ല രീതിയിൽ എക്സാം എഴുതുക. ഫ്രോഡൊന്നും കാണിക്കരുത്. കാരണം ഇപ്പൊ നിങ്ങൾ ട്രെയിൻ ചെയ്യിപ്പിക്കണത് ക്യാമറ ഓൺ ചെയ്ത് എക്സാം എഴുതിക്കണമെന്നൊക്കെ പറയണത് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ ഈ ഇന്റേണൽ എക്സാമിലേക്ക് റെക്കോർഡൊക്കെ ചെയ്തിരിക്കുന്ന വീഡിയോസ് ആൾക്കയച്ചു കൊടുക്കണം. നമ്മുടെ എക്സാം സർട്ടിഫൈ ഇഷ്യൂയിങ് അതോറിറ്റിയിലേക്ക് അയച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ റെഫറൻസിന് വേണ്ടി വെക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ആരും ഫോളോ ഒന്നും കാണിക്കരുത്. ക്യാമറ ഓൺ ചെയ്ത് വരുന്ന വെച്ച് എക്സാം എഴുതുക. എല്ലാവർക്കും സെയിം ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ വ്യത്യാസം ഉണ്ടാവും. നമ്പറുകളിൽ വ്യത്യാസം ഉണ്ടാവും. ഓരോരുത്തർക്ക് കയറുന്ന ലിങ്കിനനുസരിച്ച് ചിലപ്പോൾ നമ്പറുകൾ ഉണ്ടാവും. എക്സാം എല്ലാവർക്കും ഒരേപോലെ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമ്പറുകൾ വ്യത്യാസം ഉണ്ടാവും. ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തത് എ ആണെങ്കിൽ ചിലപ്പോൾ എന്റെ ആൻസർ കറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്ന എ ആണെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻ മാറിയിട്ടുണ്ടാവും ചിലപ്പോൾ. അത് നമ്മുടെ ക്വസ്റ്റ്യൻ മാർക്ക് നോക്കി ചെയ്യാൻ നോക്കാം. വേറെ ഡൗട്ട് ഒന്നും ആ സമയത്ത് ക്വസ്റ്റ്യനെ കുറിച്ചുള്ള ഡൗട്ട് ഒന്നും ചോദിക്കേണ്ട. ക്വസ്റ്റ്യൻസ് നമ്പറാണോ അതിന് മനസ്സിലായില്ല ടോമേ. ഞാൻ ഇത് വോയിസ് ഓൺ ആക്കാം കേട്ടോ. എന്ത് ടോമ എന്താ പറഞ്ഞത്? ടീച്ചർ ക്വസ്റ്റ്യൻ നമ്പർ ആണോ അതോ നമ്മുടെ ഈ എന്താ 1 2 3 അതായത് 4 ഓപ്ഷൻ വരുന്നതാണ് ടീച്ചർ പറഞ്ഞത്? ഓപ്ഷന്റെ നമ്പറാണോ മിസ്സേ മാറിപ്പോകുന്നത് അതോ ക്വസ്റ്റ്യൻസ് ആണോ മാറി കിടക്കുന്നത്? നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റും. ടീച്ചറിന് ക്വസ്റ്റ്യൻ നമ്പർ ആണോ നമ്മൾ മാറി കിടക്കുന്നത് അതോ ഓപ്ഷൻസ് ആണോ മാറി കിടക്കുന്നത്? അല്ല മിസ് കേൾക്കുന്നില്ലേ? ചെയ്യാൻ നല്ല രീതിയിൽ പെട്ടെന്ന് വായിക്കാൻ അതിനനുസരിച്ച് ആൻസർ ചെയ്യാൻ നോക്കുക. പിന്നെന്താണ് നിങ്ങൾ ലീവ് ചെയ്യുന്നതിന് മുമ്പ് ടീച്ചറിനോട് പറഞ്ഞിട്ട് എന്റെ മാർക്ക് എന്തായാലും ഉറപ്പ് വരുന്നതിന് ശേഷം ലീവ് ആക്കാൻ നോക്കുക കേട്ടോ. ഇപ്പൊ ടോമിന്റെ മാർക്ക് ആണെങ്കിൽ ടോമ് ഇന്നതാണ് റോൾ നമ്പർ മിസ്റ്റേ എന്റെ മാർക്ക് എൻട്രി ആയിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുന്നതിന് ശേഷം എന്ത് ചെയ്യാൻ ലീവ് ചെയ്യാൻ നോക്കാം. വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. മൊബൈലിലൂടെ എക്സാം ഒക്കെ എഴുതാൻ പറ്റും. ഇനി എന്തെങ്കിലും ലിങ്ക് കിട്ടിയില്ലാന്ന് വിചാരിക്കാം. ലിങ്ക് ജോയിൻ ചെയ്തിട്ട് അതെന്ത് ചെയ്യാൻ പറ്റുന്നില്ല, വർക്ക് ആവുന്നില്ല, അങ്ങനെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിങ്കിൽ ഓപ്പൺ ആവണില്ലെങ്കിൽ വേറെ ആണെങ്കിലും ആ ലിങ്ക് എന്ത് ചെയ്യാം ഫോർവേഡ് ചെയ്യാം. എന്നിട്ട് ആ ലിങ്കിൽ വീണ്ടും കയറുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആ ലിങ്കിലേക്ക് എത്തും. അങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ വരാറുണ്ട്. ഒരുപാട് പേര് എക്സാം എഴുതുമ്പോ ഒരുമിച്ചൊരു നമ്പറാണ് മാറിക്കിടന്നത്. ചിലപ്പോൾ അങ്ങോട്ട് ഇടൊക്കെ നമ്പറൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഓരോ ലിങ്ക് അനുസരിച്ച് മാറ്റം ഉണ്ടാവും. അപ്പോ അതെനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. അവിടെ നിന്നുള്ള ആണ് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ PSC എക്സാം പോലെ അതേപോലെയാണ്. 1 വേർഡ്സ് ആണല്ലോ. നിങ്ങൾ മാക്സിമം കോപ്പി അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണ്. ക്വസ്റ്റ്യൻസ് ഒക്കെ സെയിം ആയിരിക്കും, നമ്പേഴ്സ് ചേഞ്ച് ആയിരിക്കും.
നിങ്ങൾ അങ്ങനത്തെ ഫ്രോഡ് ഒന്നും ചെയ്യരുത്. നല്ല രീതിയിൽ എക്സാം ഒക്കെ എഴുതാം. മാർക്ക് അപ്പൊ തന്നെ അറിയാൻ പറ്റുമോ? എടാ എനിക്ക് വോയിസ് കേൾക്കാൻ പറ്റുന്നില്ല. എന്താന്ന് അറിഞ്ഞൂടാ, നിങ്ങൾ പറയണതൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് രജിസ്റ്റർ നമ്പറും റോൾ നമ്പറും ഒക്കെ തരും കേട്ടോ. എക്സാമിന് മുമ്പായിട്ടും അല്ലെങ്കിൽ തലേന്നായിട്ടും ഒക്കെ എക്സാമിന് അതൊന്നും നിങ്ങൾക്ക് റോൾ നമ്പറും നമ്പറെല്ലാം തരും. നിങ്ങളത് മതി. പിന്നെ എക്സാമിന്റെ ലിങ്ക്, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലിങ്ക് കറക്റ്റ് എക്സാം തുടങ്ങുന്ന ആ സമയം ഉണ്ടല്ലോ, ആ ടൈമില് നിങ്ങൾക്ക് അടിച്ചു തരുള്ളൂ. ആ ടൈമിൽ മുതൽ എക്സാം എഴുതി തുടങ്ങാൻ പാടുള്ളൂ. നിങ്ങൾക്ക് ആർക്കും എന്റെ സൗണ്ട് കേൾക്കുന്നില്ലയോ? ഞാനേ അവിടെ പോയിട്ട് പറഞ്ഞിട്ട് വരാം. ടെക്നിക്കലിനോട് പറയരുത്, നിങ്ങൾ സംസാരിക്കണ എനിക്ക് ക്ലിയർ ആവില്ലാന്ന് ഞാൻ പറഞ്ഞിട്ട് വരാം കേട്ടോ. ഒരു മിനിറ്റ്. ചേച്ചിക്ക് കേൾക്കുന്നുണ്ടല്ലോ? ഓക്കെ ഓക്കെ. ടീച്ചറിന് കേൾക്കാത്തയാന്ന് തോന്നുന്നു. ഓക്കെ, അതാണ് ഡൗട്ട്. ഞാൻ ചോദിച്ചത് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ ആണോ അതോ ഈ 1 2 3 4 എന്ന് പറയുന്ന ABCD ആ 4 ഇല്ലയോ, അത് മാറിക്കിടക്കുവാണോ എന്നാ ചോദിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ മാറിക്കിടക്കൂന്നല്ലേ പറഞ്ഞത്? എന്റെ ഡൗട്ട് ഇനി ABCD ആ 1 2 3 4 എന്നില്ലയോ, അതാണോ എന്നാ ചോദിച്ചത്. മാറിക്കിടക്കണം. ഓപ്ഷൻ അല്ല എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ എങ്ങനെയല്ലോ ഒക്കെ. എന്തുവായാലും മെറ്റാന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അത് നോക്കി കഴിഞ്ഞിട്ട് നോക്കാം. നോക്കി വേറെ എന്തെങ്കിലും ഡൗട്ട് ഒന്നും ഇല്ലാലോ? വേറെ ഡൗട്ട് ടോമേ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മാഡം ക്വസ്റ്റ്യൻ നമ്പർ ആണോ അതോ നമ്മുടെ ABCD എന്ന് പറയുന്ന അതാണോ മാറിക്കിടക്കുന്നതെന്നാ ഞാൻ ചോദിച്ചത്. എനിക്കത് അറിഞ്ഞുകൊടുക്കുക. ഇവിടെ ക്വസ്റ്റ്യൻ എനിക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യുന്നതെന്ന് അറിഞ്ഞൂടാ. മോഡൽ എക്സാം നമ്മളാണ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത്. അതെങ്ങനെയാണ് ആ ലിങ്കിൽ അറേഞ്ച് ചെയ്യുന്നതെന്ന് എനിക്ക് പറഞ്ഞുകൂടാ. പറഞ്ഞുകൂടാന്നോ? അറിഞ്ഞൂടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഓരോരുത്തർക്കും ഇപ്പൊ ഇത്രയും കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ലിങ്ക് ആയിരിക്കും, വേറെ മറ്റുള്ള കുട്ടികൾക്ക് വേറെ ലിങ്ക് ആയിരിക്കും. അപ്പൊ അതനുസരിച്ച് കയറണം എക്സാം എഴുതണം. നമ്മള് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി കൊടുത്തിട്ടുണ്ടാവും. ചിലപ്പോ നമ്പേഴ്സ് ഒക്കെ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ മാർക്ക് വരുമ്പോ കറക്റ്റ് ആയിട്ടായിരിക്കും മാർക്ക് ഒക്കെ തന്നെ കേട്ടോ. വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ ചിലപ്പോ മോന്റെ ഫ്രണ്ട് എഴുതുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ നമ്പർ ആയിരിക്കില്ല മോന് കിട്ടുന്നത്. PSCക്ക് എക്സാം എഴുതൂല, അതേപോലെ ആണെന്ന് തോന്നുന്നു. ഞാൻ BSc ഇതുവരെ എഴുതിയിട്ടില്ല, അതുകൊണ്ട് പറഞ്ഞു. ആണോ? ഓക്കെ. ഇപ്പൊ ABCD എന്ന് പറയുന്ന കോഡുകൾ ഉണ്ടാവും. അതനുസരിച്ചാണ് PSCയിലൊക്കെ എക്സാം വരുന്നത്. അതേപോലെയാണ്, വൺ സൈഡ് ആണല്ലോ. അതാണ് ഞാൻ ചോദിച്ചത്. ABCD അത് മാറിക്കിടക്കുവാണോ അതോ ക്വസ്റ്റ്യൻസ് മാറിക്കിടക്കുവാണോ എന്നാ ഞാൻ ചോദിച്ചത്. അല്ല, ഓക്കെ, വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ആ ലിങ്ക് വരുന്നതനുസരിച്ച് ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതി. വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ടോമിന് ഇപ്പൊ ഏത് ലിങ്കാണോ കിട്ടണത് ആ ലിങ്കിൽ കയറാം, എക്സാം എഴുതാം. ഓക്കെ, അത്രേ ഉള്ളൂ. റിസൾട്ട് എപ്പോ അറിയാൻ പറ്റും? അറിഞ്ഞു കൊടുക്കാം റിസൾട്ടിന്റെ കാര്യം. എന്ത് ചെയ്യടാ? ആ ടൈമിലെ മക്കള് വരുന്ന സമയം അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിയുവാണെങ്കിൽ മാൽ പ്രാക്ടീസ് ആവോ? അത് ശ്രദ്ധിക്കണം കേട്ടോ. എത്ര ടൈം എപ്പോഴാണ് പറഞ്ഞിരിക്കുന്നത്? 1.5 മണിക്കൂർ. 4:30. എത്രയാണ്? 3 മണി തൊട്ട് 4 വരെ. 3 to 4 അല്ലേ? ആ സമയത്ത് മാക്സിമം ഇപ്പൊ 3 മണിക്ക് കയറി കഴിഞ്ഞ് 4 മണിക്കുള്ളിൽ എക്സാം ഒക്കെ എഴുതി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, ക്യാമറ മാക്സിമം ഓൺ ചെയ്ത് വെക്കാൻ നോക്കാം കേട്ടോ. ക്വസ്റ്റ്യൻസ് നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്തില്ലേ, അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതേപോലെ പഴയ റിവൈസ്ഡ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനുള്ള ക്വസ്റ്റ്യൻസും അങ്ങനെയൊക്കെയാണ് മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് വരാറ്. മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് റെഫർ ചെയ്യാം. നമ്മൾ ചാപ്റ്റർ വൈസ് ഇടയ്ക്കൊക്കെ ചാപ്റ്റർ വൈസ് ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഡിസ്കസ് ചെയ്യാറുണ്ട്. അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ടീച്ചറെ നീ ക്വസ്റ്റ്യൻസ് ഇടുന്നത് എന്താണ്? ടീച്ചറൊക്കെ തന്നെയാണ് ക്വസ്റ്റ്യൻ ഇടുന്നത്? അത് ഞങ്ങൾക്ക് അലോട്ട് ചെയ്ത് തന്നിട്ടില്ല. അതെങ്ങനെയാണെന്ന് തീരുമാനിച്ചിട്ടില്ല. ഇവിടെ ഹെഡ് ആയിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഇടുന്നത്. ഓക്കെ ഓക്കെ, ഇനി ബാക്കിയുള്ളത് ചോദിച്ചോ. മോഡൽ ക്വസ്റ്റ്യൻ ചെയ്യണ മാതിരി റിസൾട്ട് അപ്പൊ തന്നെ അറിയോ? ഇല്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. റിസൾട്ട് അപ്പൊ തന്നെ അറിയാൻ പറ്റില്ല. ഗ്രൂപ്പിൽ ഇടയിരിക്കും റിസൾട്ട്. അല്ല മാം, നമ്മൾ ഓരോ
ഇങ്ങനെ ചെയ്യുമ്പോഴും അവരോട് ചോദിക്കണം ഇത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോന്ന്. ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും മനസ്സിലായില്ലേടാ? നമ്മള് ഇതിപ്പോ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ഇത് ക്ലിയർ ആണോന്ന് അറ്റൻഡ് ആയിട്ടുണ്ടോന്ന് നമ്മൾ അന്നേരം ചോദിക്കണോന്ന്. മനസ്സിലാവുന്നില്ല. അതായത് ടീച്ചറെ നമ്മളിപ്പം ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ആ ക്വസ്റ്റ്യൻ അത് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടോന്ന് ചെക്ക് ചെയ്യാൻ പറ്റുമോ? അല്ല മിസ്സേ, നമ്മള് ചെയ്തിട്ടുണ്ടോ ക്ലിക്ക് ആയിട്ട് അത് വന്നിട്ടുണ്ടോന്ന് ചോദിക്കാമോ? എന്നാൽ മാത്രമേ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുള്ളൂ. ഓക്കെ, അത് ചോദിക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. ചോദിക്കാനൊന്നും പറ്റില്ല, നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ അത് ആ കാര്യം മാത്രമേ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ബാക്കി ഒരു സമയത്തും സംസാരിക്കാൻ പാടില്ല, ശബ്ദമായിട്ടിരിക്കണം. അധികം സൗണ്ട് ഒന്നും എടുക്കരുത്. കാരണം ബാക്കി എക്സാം എഴുതുന്നവർക്ക് ഡിസ്റ്റർബൻസ് ഒന്നും ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം എന്ത് ചെയ്യണം, നമ്മൾ മ്യൂട്ട് ആക്കുക. സൗണ്ട് നമ്മുടെ സിസ്റ്റത്തില് ഫോണിലെ സൗണ്ട് എന്താണോ അത് കുറച്ച് ലോ ആക്കി വെക്കാം. ഓക്കെ, നമ്മളെ മ്യൂട്ട് ആക്കി വെക്കുകയും വേണം, അതേ സമയത്ത് ക്യാമറ ഓൺ ആയിരിക്കണം. അങ്ങനെയാണോ മിസ്സേ? മ്യൂട്ട് ആവുകയും വേണം, നമ്മൾ ക്യാമറ ഓൺ ചെയ്ത് വെക്കണം. ഈ ഫോണിലൊക്കെ ആകുമ്പോ ക്യാമറ ചെറുതല്ലേ മിസ്സേ, അതാകുമ്പം കറക്റ്റ് ആയിട്ട് നമ്മളെ കാണാൻ പറ്റുമല്ലോ, അതാണ്. അത് ഇവിടെ മിക്കപ്പോഴും ചെയ്യാറ് 2 ഫോൺ യൂസ് ചെയ്ത് എക്സാം എഴുതുന്നവരുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ക്യാമറയുടെ എന്തോ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ഒരു ഫോൺ വെച്ച് ക്യാമറ ഓൺ ചെയ്ത് വെച്ചു. നെക്സ്റ്റ് ഫോണിൽ എന്ത് ചെയ്തു, എക്സാം അറ്റൻഡ് ചെയ്തു. നിങ്ങൾ എന്താണ് കംഫർട്ടബിൾ അതേപോലെ ചെയ്തു. ക്യാമറ ഓൺ ചെയ്താലും പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ എക്സാം എഴുതുന്നത്. ഈ സമയത്ത് നെറ്റ് എങ്ങാനും തീർന്നു പോയ പണിയും കിട്ടുമല്ലോ. അതൊരു പ്രശ്നമാണ്. അപ്പൊ നെറ്റൊക്കെ നന്നായിട്ട് റീചാർജ് വയ്ക്കുക. പിന്നെ എന്താണ്, റേഞ്ച് ഒക്കെ ഉള്ള സ്ഥലത്ത് പോയിക്കുക. അത്യാവശ്യം ഇരിക്കാനൊക്കെ നോക്കുക. കംഫർട്ടബിൾ ആയിട്ട് ആ ടൈമിനുള്ളിൽ, ഇപ്പൊ 3 മണി എന്ന് പറയുമ്പോൾ ആ കംഫർട്ടബിൾ സോണിൽ നിങ്ങൾ എക്സാം എഴുതാനായിട്ട് റെഡി ആയിട്ട് ഇരിക്കണം, കേട്ടല്ലോ. ആ ലിങ്ക് വരുന്നു, എക്സാം എഴുതുന്നു. ഓക്കെ, ആ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടാവും. എക്സാം എഴുതി കഴിയുമ്പോ അതങ്ങോട്ട് മാറിക്കോളും. ഓക്കെ, എക്സാമിന്റെ പകുതിയില് എന്താണ് എക്സാം ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമുക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വന്ന് നമ്മള് അതിൽ നിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കേറുമ്പോ നമ്മൾ ആദ്യം തൊട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടി വരുമോ? അങ്ങനെ വരും കേട്ടോ. നമ്മള് ജോയിൻ ബാക്ക് അടിച്ച് പോയി കഴിഞ്ഞാല് അത് പിന്നെ നമ്മൾ വീണ്ടും ലോഗിൻ ചെയ്ത് വീണ്ടും അത് എക്സാം വീണ്ടും എഴുതേണ്ടി വരും. ഒന്നേ തുടങ്ങേണ്ടി വരും മിസ്സേ? തുടങ്ങേണ്ടി വരും. മാക്സിമം നമ്മള് പ്രോപ്പർ ആയിട്ട് എക്സാം എഴുതാൻ നോക്കുക. മേഡം, ടീച്ചർ അപ്പോഴും നമ്മുടെ ഫസ്റ്റ് അത്രയും ചെയ്തത് മൊത്തം പോകത്തില്ലേ? അപ്പൊ അത്രയും ടൈമും നമുക്ക് മിസ്സാവത്തില്ലയോ? അങ്ങനെ വരാറുണ്ട്. അങ്ങനെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. കോള് വന്നാ അറ്റൻഡ് ചെയ്യാൻ പറ്റണ്ടല്ലേ? കോള് വന്ന കറക്റ്റ് ആയിട്ട് ആ സമയത്ത് ഒക്കെ ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരിക്കണം. ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻസ്? എനിക്ക് തോന്നുന്നത് 120 ക്വസ്റ്റ്യൻ ആണ്. 122 ആയിരിക്കും ക്വസ്റ്റ്യൻ നമ്പറും. ഇമെയിൽ ID കറക്റ്റ് ആയിട്ട് കൊടുക്കണം, പേര് കറക്റ്റ് ആയിട്ട് കൊടുക്കണം. അങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. ടെസ്റ്റ് കൊടുത്താൽ മതിയാവുന്നു. ഈ ക്യാമറ ഓൺ ആക്കി വെച്ചേ പറ്റത്തുള്ളല്ലോ. അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് തോന്നുന്നു ക്യാമറ ഓൺ ചെയ്യണോ, പിന്നെ എന്താ പ്രശ്നം? ആരും ഞാനോ? ചില സമയത്ത് ഞാൻ ഓഫ് ആക്കുമല്ലോ മിസ്സേ. അത് കുഴപ്പമൊന്നുമില്ല, ക്യാമറ ഓൺ ചെയ്ത് വെക്കണം. കാരണം അത് നിർബന്ധമാണ്. ഇപ്പത്തെ മോഡൽ എക്സാം ആണ്, നിങ്ങൾക്കൊരു ട്രെയിനിങ് പോലെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി തന്നെയാണ്. മെയിൻ എക്സാമിന് ഇതായിരിക്കില്ല, ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. ഞങ്ങൾക്ക് ഈ റെക്കോർഡ് നിങ്ങളുടെ വീഡിയോ റെക്കോർഡ് അങ്ങനെ അയച്ചു കൊടുക്കണം. അത് വേണ്ടിയിട്ടാണ് നിങ്ങൾക്കൊരു ട്രെയിനിങ് പോലെ തരുന്നത് കേട്ടോ. അപ്പൊ ഈ എക്സാമിന്റെ ഇൻക്ലൂഡ് ആക്കത്തില്ലേ മിസ്സേ മാർക്ക്? എന്താണ് ഈ എക്സാമിന്റെ നമുക്ക് ആൻസർ അല്ല മാർക്ക് ഇൻക്ലൂഡ് ആവോ മെയിൻ എക്സാമിന്? ഇൻക്ലൂഡ് ആവുമോ? അതായത് ഈ ഇതിന്റെ മാർക്കും കൂടെ അതിനകത്ത് കൂട്ടുമെന്ന്. അത് ഈ മാർക്ക് ഇന്റേണൽ മാർക്കൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യണ മാർക്കാണ്. ഓക്കെ ഓക്കെ. നിങ്ങളിപ്പോ പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇനി വരാൻ പോണ ചാപ്റ്റേഴ്സിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കണോണ്ട് എല്ലാ ചാപ്റ്റേഴ്സും നല്ല രീതിയിൽ പഠിക്കണം, നന്നായിട്ട് വായിച്ചു വെക്കണം. വീഡിയോ ഓൺ ആക്കി വെക്കണം, നിർബന്ധമാണത്. അതവർ പറയൂ നിങ്ങളോട്. ഇപ്പൊ എക്സാമിന് ഏത് ടീച്ചറാണോ കയറുന്നത് ആ ടീച്ചർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും വീഡിയോ ഓൺ ചെയ്ത് വെക്കണം എന്നുള്ളത്. അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, എക്സാം അറ്റൻഡ് ചെയ്യേണ്ടി വരും.
മിസ്സേ ക്വസ്റ്റ്യൻസ് 1 by 1 ആയിട്ടല്ലേ വരുന്നത്? അപ്പോ നമുക്കിപ്പോ ഒരു ക്വസ്റ്റ്യൻ ആൻസർ അറിയില്ല, നമ്മൾ സ്കിപ്പ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പിന്നീട് ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുമോ? അതിപ്പോ അത് കറക്റ്റ് ആയിട്ട് എനിക്ക് അറിഞ്ഞൂടാ. 1 by 1 ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. നമുക്കൊന്നും കൂടി ഡൗട്ട് അങ്ങനെ പറ്റും തോന്നുന്നു. സബ്മിറ്റ് അതായത് മിസ്സേ ബാക്ക് സ്പേസ് വരാൻ പറ്റുമെന്നാണോ? നെക്സ്റ്റ് അടിക്കുമ്പോ ഇപ്പുറത്ത് നെക്സ്റ്റ് ഉണ്ടാവും, ഇപ്പുറത്ത് എന്താണ് ബാക്ക്വേർഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നോക്കട്ടെ കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ ഫോണില് ഡോൺ ഡിസ്റ്റർബ് എന്താണ് ഫോണില് ഡോൺ ഡിസ്റ്റർബ് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കോൾ വരില്ലല്ലോ. മനസ്സിലായില്ല. ഫോണിന്റെ സെറ്റിംഗ്സില് ഡോൺ ഡിസ്റ്റർബ് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കോൾ വരില്ലല്ലോ. അപ്പൊ കുഴപ്പമുണ്ടാവില്ലല്ലോ. കുഴപ്പമുണ്ടാവില്ല. റേഞ്ച് ഒക്കെ കറക്റ്റ് ആയിട്ട് ഉണ്ടാവില്ലേ? അത് നോക്കിയിട്ട് നിങ്ങള് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ എക്സാം എഴുതാൻ നന്നായിട്ട് പഠിക്കാം. ഒരാഴ്ച തന്നെ ഉണ്ട്, 1 വീക്ക് ഉണ്ട്. നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് മുതൽ സ്റ്റഡി ലീവ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ഒരു വീക്ക് കിടക്കുന്നുണ്ട്. നന്നായിട്ട് എക്സാം എഴുതണം. ഞാനിതിന്റെ മാർക്ക് ഞാൻ തന്നെ ആയിരിക്കും ആദ്യം നോക്കണത്. ഞാനൊക്കെ തന്നെ നോക്കും, എന്നിട്ട് നോക്കട്ടെ ഇവിടെ മാർക്ക് ആർക്കൊക്കെയാണ് കുറവെന്ന്. എന്റെ പിടിച്ചോളാം. ഞാൻ നോക്കട്ടെ കേട്ടോ. കുറച്ച് പേരുടെ പേര് കറക്റ്റ് ആയിട്ട് ഞാൻ നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ നോക്കിയിട്ട് നോക്കാട്ടോ. പിന്നെ നന്നായിട്ട് എഴുതണം. എല്ലാവരും നന്നായിട്ട് വായിച്ചു നോക്കാം. കാരണം 1 by 7 നമുക്കൊന്നും കാണാൻ പഠിക്കാനില്ല. എല്ലാം നല്ല രീതിയിൽ 3-4-5 പ്രാവശ്യം ഒന്ന് വായിച്ചൊരു ചാപ്റ്റർ, ചെറിയ ചാപ്റ്റർ ഒക്കെ ആണെങ്കിൽ 3-4 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ മാം, മെഡിക്കൽ ടെർമിനോളജി എന്താണ് മെഡിക്കൽ ടെർമിനോളജി ആ ചാപ്റ്ററിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണോ? അത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം അതിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലോ ഇടാറ്. ടിക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ ടിക്ക് ചെയ്തത് മാത്രം പഠിച്ചാൽ മതി. അതിലും കുറവായിരിക്കും മിക്കവാറും മെഡിക്കൽ ടെർമിനോളജി. ഡിപ്പാർട്ട്മെന്റിന് അത്രയും കൂടുതലൊന്നും ചോദിക്കാറില്ല. ഒരു 5 മാർക്കിനുള്ള പ്രതീക്ഷിച്ചാൽ മതി. 5. ഇന്ന് ക്ലാസ് ഉണ്ട്, സോളിമിസിന്റെ ക്ലാസ് ഉണ്ട്. ആരും പോവല്ലേ. സോളിമിസിന്റെ ക്ലാസ് പാസ് മാർക്ക് എത്ര ടീച്ചർ ഇതില്? 60-ല് 120. 20 ഉള്ള 120 120 120 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അടിപൊളി. എട്ടിന്റെ പണിയായി പോയിട്ടോ. 120 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 1.5 40 പാസ് മാർക്ക് തോന്നുന്നു. 40 120 ക്വസ്റ്റ്യനോ? 120 ക്വസ്റ്റ്യൻ ഉണ്ട്. നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാം. 1.5 മണിക്കൂർ ഉണ്ട് ടൈം. നന്നായിട്ട് എഴുതാൻ നോക്കുക. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് കേട്ടോ. ഓക്കെ ടാറ്റ. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. നാളെ ക്ലാസ് ഇല്ലേ?